അട്ടപ്പാടിയിൽ നടത്തിയ പരിശോധനയിൽ റേഷൻ അരി പിടിച്ചെടുത്തു. കേരള ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശിന് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ അട്ടപ്പാടിയിലെ ഗൂളിക്കടവ് ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് 348 കിലോ റേഷനരി വിവിധ കടകളിൽ നിന്നും പിടിച്ചെടുത്തത്. പരിശോധനയിൽ മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസർ സി പത്മിനി, റേഷൻ ഇൻസ്പെക്ടർ കെ വി തങ്കച്ചൻ, പാടവയൽ വില്ലേജ് ഓഫീസർ എസ് മഹേഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ പാലക്കാട് ബൂരേഹ തഹസിൽദാർക്ക് സസ്പെൻഷൻ. പി സുധാകരനെയാണ് ജില്ലാ കളക്ടർ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. നഗരത്തിലെ മാൾ ഉടമയിൽ നിന്നും 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പാലക്കാട് തഹസിൽദാരുടെ അധിക ചുമതല കൂടി സുധാകരനായിരുന്നു. പാലക്കാട് നഗരത്തിൽ തുടങ്ങാനിരിക്കുന്ന മാളിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനായി ഉടമകൾ തഹസിൽദാരെ സമീപിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. ഓരോ തവണയും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം അപേക്ഷ മടക്കും. ഹൈക്കോടതി ഉത്തരവുമായി എത്തിയിട്ടും 1 വർഷത്തോളം അപേക്ഷകരെ ഉദ്യോഗസ്ഥൻ ഓഫീസ് കയറ്റിയിറക്കി. ഒടുവിൽ കഴിഞ്ഞ ദിവസം നടത്തിയ അറ്റകൈ പ്രയോഗത്തിൽ തഹസിൽദാർ കുടുങ്ങുകയായിരുന്നു. പാലക്കാട് തഹസിൽദാരുടെ അധിക ചുമതല വഹിച്ചിരുന്ന ബൂരേഖ തഹസിൽദാർ വി സുധാകരനാണ് അറസ്റ്റിലായത്. കോടതി ഉത്തരവിന്റെ പകർപ്പുൾപ്പെടെ ചേർത്താണ് പുതുവർഷ തലേന്ന് മാൾ ഉടമകൾ അപേക്ഷ നൽകിയത്. അപ്പോൾ വലിയ ചെലവ് ചെയ്യേണ്ടിവരുമെന്നായി. വിദേശമദ്യവും കേക്കും ചോക്ലേറ്റും ആവശ്യപ്പെട്ടു. പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പിന്നെ 5 ലക്ഷം രൂപ കൂടി വേണമെന്നായി ആവശ്യം. വലിയൊരു പദ്ധതിക്ക് വേണ്ടി ആയതിനാൽ ചെലവ് വേണ്ടിവരുമെന്നായിരുന്നു ന്യായീകരണം. ഇതിന്റെ ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ വേണം, അത് ഉടനെ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഒരുവിധത്തിലും കൈവശാവകാശ രേഖ കിട്ടാതായതോടെയാണ് ഉടമകൾ വിജിലൻസിനെ സമീപിച്ചത്. വിജിലൻസ് നിർദ്ദേശിച്ചത് പ്രകാരം 50,000 രൂപയുമായി മാളുടമകളെത്തി. വൈകുന്നേരം 5 മണിയോടെ ഓഫീസിൽ വെച്ച പണം കൈമാറുന്നതിനിടെ കയ്യോടെ വിജിലൻസ് സംഘം പിടികൂടുകയും ചെയ്തു. പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വി സുധാകരനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പിന്നാലെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സുധാകരന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. തഹസിൽദാരുടെ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് സംഘം അറിയിച്ചിരിക്കുകയാണ്. പാലക്കാട് വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് CM ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തഹസിൽദാരെ കുടുക്കിയത്. UTV ന്യൂസ്, പാലക്കാട്.